നിങ്ങളുടെ ഷോർട്ട് ഹെയർ ലോങ് ഹെയർ ആക്കണം. അപ്പോൾ പുതിയൊരു ഹെയർ ടിപ്പിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ക്രിഷ് ചാനൽ. സോ ഇപ്പോൾ ഞാനൊരു 4 അലോവേരയാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ സൈസായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചോ അല്ലെങ്കിൽ നീളം അനുസരിച്ചോ എടുത്താലും മതിയാവും. ഇനി അതല്ല അലോവേര ജെല്ല് കടയിൽ നിന്ന് വാങ്ങുന്ന അങ്ങനെ റെഡിമെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നാച്ചുറലാണ് കുറച്ചുകൂടി ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു ടിപ്പാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഓൾറെഡി നമ്മുടെ അലോവേരയുടെ ഒരു ഭാഗം തൊലി ആ മുള്ളും എല്ലാം ചെത്തിക്കളഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ഈ ജെല്ലെടുക്കാൻ ഈസിലി നമുക്ക് ജെല്ലെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ആ തൊലിയോടെ നമ്മളിട്ട് അരച്ച് കഴിഞ്ഞാൽ ആ തൊലി നമ്മുടെ മുടിയിൽ നിന്ന് ചിലപ്പം ചീകെ പോവും. എന്നാലും ഇറ്റ് വിൽ ബി സം ഡിഫിക്കൾട്ട്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ജെല്ലായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ അങ്ങനെ തൊലി മാറ്റി ജെല്ല് ഞാനൊരു പാത്രത്തിലാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ജെല്ലിങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഫസ്റ്റ് നമ്മുടെ അലോവേര ജെല്ലി ഞാൻ ഓൾറെഡി കാണിച്ചു. അതാണ് നമ്മുടെ ഈ ഹെയർ ടിപ്പിൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് നമ്മുടെ ചെറുള്ളിയാണ്. ഈ രണ്ട് ടിപ്പ് മതി നമ്മുടെ ഹെയറിന്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് നീളം വെക്കാൻ സഹായിക്കും. പിന്നെ സ്മൂത്ത് ആവും. ഒരു എന്താ പറയുക, മുടി ജസ്റ്റ് റഫായിട്ട് തോന്നിയൊക്കെ ഒന്ന് മാറി. പിന്നെ മാത്രമല്ല, ഈ ചെറുള്ളി യൂസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് മുടി ഇങ്ങനെ തണുക്കും. മുടി തണുക്കുക ഇൻ ദ സെൻസ് നമ്മുടെ തലയോട്ടി നന്നായിട്ട് തണുക്കും. തലവേദന ഒക്കെ കുറയും. ഇപ്പം ചിലരുടെ മുടി ഫ്രിസിനെസ് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കാരണം സ്ട്രെസ് ഉണ്ടാവും. അതൊക്കെ മാറും. സോ ഒരു റിലാക്സിങ് പരിപാടി കൂടിയാണ് ഈ ഒരു ഹെയർ ടിപ്പ്. സോ ഞാൻ ആ ഉള്ളി തൊലിച്ചിട്ട് കാണിച്ചതാണ്. സോ എത്രത്തോളം ഉള്ളി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ഉള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹെയറിനനുസരിച്ച് എടുക്കുക. എത്രത്തോളം നമ്മളത് എടുക്കുന്നത്, കൂടുതലാവരുത്. ഒരു 10 അല്ലെങ്കിൽ ഒരു അത്ര എടുക്കുന്നത് കുറച്ച് നല്ലതാണ്. പിന്നെ സവാള യൂസ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഹെയർ ടിപ്പിനകത്ത്. സവാളയെക്കാട്ടി എന്തുകൊണ്ടും കുറച്ചുകൂടി ബെനിഫിറ്റ് ചെറുള്ളി യൂസ് ചെയ്യുമ്പം തന്നെയാണ്. ഇനി അതല്ല അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ സവാള യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ആ ഒരു മുടിക്ക് നല്ല റിസൾട്ട് വരുന്നത് ചെറുള്ളി തന്നെയാണ്. സോ അങ്ങനെ ഞാൻ ചെറുള്ളിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ തൊലിച്ച് ഓരോ പാത്രത്തിലോട്ട് ആക്കുകയാണ്. പിന്നെ ഇത് ചെയ്യുമ്പം കണ്ണ് നന്നായിട്ട് നീറും. അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. സവാള അരിയുന്നവർക്കറിയാം. ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മേ ബി അറിയായിരിക്കും, എനിക്ക് ഓൾറെഡി മുടി ഉണ്ടല്ലോ. ഇൻ ദ സെൻസ് എനിക്ക് ജെനറ്റിക്സ് പരമായിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല ഹെയർ ഉണ്ട്, അച്ഛനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നു ജെനറ്റിക്സ് പരമായി. ഒരു 6th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് സൂപ്പർ ഹെയർ ആയിരുന്നു. ഞാൻ ഒന്നും ഒരു ടിപ്സും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 6th കഴിഞ്ഞ് എൻ്റെ അഹങ്കാരത്തിൽ എൻ്റെ മുടി മൊത്തം പോയിന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഈ സ്കാല് നല്ല രേവട്ടിയുടെ ഭാഗം ഫുൾ കാണാൻ. ഓരോ ടിപ്സ് അമ്മ തന്നെ ചെയ്ത് തന്നെയാണ്. ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചതെല്ലാം സക്സസ് ആയി. പിന്നെ അത് ഞാൻ തിരിച്ച് തുടർന്ന് ഇങ്ങനെ പോയി. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന മുടി ആയത്. സോ ഇത് പാരമ്പര്യമല്ല, ഇതെൻ്റെ എന്താ പറയുക, ഞാൻ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഹെയർ കെയർ ടിപ്സ് കാരണം ഇതുവരെ അത്രയ്ക്ക് കുഴപ്പമില്ല. എന്നാൽ പണ്ടത്തെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പകുതിയേ ഉള്ളൂ. എങ്കിലും അങ്ങനെ പോകുന്നു. അങ്ങനെ ഉള്ളിയെല്ലാം തൊലിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി നല്ലതാണ് നമ്മുടെ റോസിനൊക്കെ. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഉള്ളി തൊലിച്ച് വലിയ ചെറിയ ഉള്ളി നോക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ആ ഒരു ടാസ്ക് ഈസിയാവും. ഇനി ഞാൻ രണ്ടും കൂടി ഒരു മിക്സി ജാറിലോട്ട് ഇടാൻ പോവാണ്. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി അത് അമ്മ അടിച്ചു തരുന്നവരെ നമുക്ക് താളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ താളി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നാച്ചുറൽ ഷാമ്പൂ ആണ്. നമ്മുടെ മുടി നീളം വെക്കാനും അല്ലാതെ കുറച്ച് സോഫ്റ്റ് ആവാനൊക്കെ ഇത് സഹായിക്കും. എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വീക്ക്ലി ട്വൈസോ ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഈ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ 5 ഇതൾ ചെമ്പരത്തിയാണ് കുറച്ചുകൂടി നല്ല. എൻ്റെ 5 ഇതൾ പൂവില്ലാത്തതുകൊണ്ടാണ്. ബൈ ദ വേ നമ്മുടെ അത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണം, കൺസിസ്റ്റൻസി വേണം നമുക്ക് വേണം. ഇപ്പോൾ ഞാൻ താളിയുടെ പൂക്കളെല്ലാം എടുത്ത് ഞെരടുകയാണ്. ഓക്കെ, അതിനകത്ത് പോളൻ ഗ്രെയിൻസ് വരാൻ പാടില്ല. കാരണം പോളൻ ഗ്രെയിൻസ് അലർജി ഉള്ളവർക്ക് അത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ഞാൻ കുറച്ച് വെള്ളം, നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് വെള്ളം എടുത്ത് ആ ഒരു തിക്നെസ് വേണം ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ ഈ പൂവ് അത്രയില്ല, പൂവും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു എണ്ണയുടെ കളർ പോലെ ആവും ഈ താളി. അപ്പോൾ ഞാൻ കുറച്ച് ഇലയും എടുത്തിട്ടുള്ളൂ. സോ ഒരു തട്ടിക്കൂട്ട് താളി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു രീതിയിൽ മെത്തേഡാണ്. നിങ്ങളുടെ ഹെയറിൻ്റെ നീളം അനുസരിച്ച് കുറച്ച് ഇലയും പൂവും പറിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇട്ട് ഞെവിടുക.
ഒരു എന്താ പറയുക ഒരു പത പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പത പോലെ ഇങ്ങനെ വരും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എന്താ പറയുക ഇലയുടെ ഈ അവശിഷ്ടങ്ങൾ നമ്മൾ ഒരു അരിപ്പ യൂസ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചില്ല ഒരു പിങ്ക് കളർ, അത് ഒരു അരിപ്പയാണ്. അത് യൂസ് ചെയ്ത് ഞാനിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം എൻ്റെ ഈ ഒരു കൊഴുപ്പ് പോലത്തെ ആ ഒരു ലിക്വിഡ് ഞാൻ താഴെ വെച്ചേക്കുന്ന മഗ്ഗിനകത്ത് ഇങ്ങനെ കളക്റ്റ് ആവുന്നുണ്ട്. സോ ഇത് സെക്കൻഡ് ടൈം ഫിൽട്രേഷനാണ്. ഇനിയും എന്തെങ്കിലും ഇതുപോലത്തെ പൊടി ഈ പൂവിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരിഞ്ഞ് മാറും. സോ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു താളി വരുന്നത്. ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി, കാരണം ഞാൻ യൂസ് ചെയ്ത ഇലയുടെ അത്രയും വെള്ളമേ എടുക്കാൻ പാടുള്ളൂ. പക്ഷേ എൻ്റെ മുടിക്ക് ഇച്ചിരി നീളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നീട്ടിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഞാൻ കാണിച്ച അരിപ്പ ഇതാണ്. ഈ അരിപ്പ നിങ്ങൾ ചായ അരിപ്പ ഒന്നും യൂസ് ചെയ്യരുത്, ഇതുപോലത്തുള്ള വലിയ അരിപ്പ യൂസ് ചെയ്യാം. ഞാൻ അതല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് അരിപ്പ യൂസ് ചെയ്താലും മതിയാവും. സോ ഞാൻ മുടിയിൽ നല്ല എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എൻ്റെ മുടി 2 ദിവസം ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്, നന്നായിട്ട് പറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രൈനെസ്സും ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മുടി ത്രൂ ഔട്ട് ഞാൻ തലയോട്ടി മാത്രമല്ല തുമ്പത്തെല്ലാം ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. കൈ നമ്മൾ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂട് വരും. ആ ചൂടിനകത്തോട്ട് ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വാംത്ത് നമുക്ക് ഫീലാവും. അത് വെച്ച് ഇങ്ങനെ സ്കള്ളൊക്കെ ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. മസാജൊക്കെ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. സോ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ എണ്ണയാണ് തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ തേച്ചാൽ മതി. എണ്ണ വേണ്ടാത്തുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. എണ്ണ തേക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ കാച്ചിയ എണ്ണയുടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഇടാം. നെക്സ്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്യാതെ. സോ അങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഉള്ളി ആൻഡ് അലോവേറ പേസ്റ്റാണ്. മുടി 2ആയിട്ട് വാവുന്ന ഇതുപോലെ 2 സെക്ഷൻ ആക്കിയിട്ടതിന് ശേഷം ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു പോർഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പോർഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ വാവുന്നാണ് ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ത്രൂ ഔട്ട് ഞാൻ തേക്കുന്നുണ്ട്. മുടിയിൽ ലോങ് ഹെയർ തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയോട്ടി തേച്ചാൽ മതി. പക്ഷേ എൻ്റെ മുടി കുറച്ച് ഇങ്ങനെ ഡ്രൈയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളവരുടെ ഹെയറിലൊക്കെ ഇങ്ങനെ ത്രൂ ഔട്ട് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്തൊക്കെ ആവും ഹെയർ. പിന്നെ ഇത് തേക്കുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീലാവും. അല്ലെങ്കിൽ ആ ചെറുള്ളിയുടെ ആ ഒരു എഫക്റ്റാണ് അലോവേരയുടെയൊക്കെ. നന്നായിട്ട് നമ്മുടെ തലവേദനയൊക്കെ കുറയും. ഇപ്പോൾ ഞാനൊരു ഈവനിങ് ടൈമിലാണ് തേക്കുന്നത്. ഇപ്പോൾ മഴയുടെ നല്ല കോളുണ്ട്, അപ്പോൾ അതും തണുത്ത കാറ്റും സൂപ്പറാണ്. ഇതിപ്പം ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ചെയ്യാം. മുടി നീളത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് ഏറ്റവും ബെറ്ററാണ്. കാരണം ഇത് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. 100% ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാനിത് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ 60 വെച്ച് മുടി പോയാൽ. അപ്പോൾ എൻ്റെ നീളം വെക്കാൻ സഹായിച്ചത് ഈ ഒരു പാക്കാണ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മന്തിൽ 2 3 ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് തലയുടെ പുറകിലൊക്കെ ഇങ്ങനെ വെച്ച് തേച്ച് കൊടുക്കുക. പിന്നെ താളി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന താളി സഡൻലി നമുക്ക് തേച്ച് കൊടുക്കാം. അതല്ല, പക്ഷേ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വെള്ളം ഉണ്ടായതുകൊണ്ട് പനിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഈവൻ ഈ ചെറുള്ളിയും പനിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഇത് എത്ര നേരം വെക്കുന്നു എന്നുള്ളത്, ഈ ഒരു പേസ്റ്റ് ഇട്ടതിന് ശേഷം എത്രത്തോളം വെക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈക്ക് പനിക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ എനിക്ക് പനിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു 5-10 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ മസാജും ഈ ഒരു തണുത്ത എഫക്റ്റും ഭയങ്കര ഒരു കൂളിംഗ് സെൻസേഷനാണ്. ഭയങ്കര റിലാക്സിങ് മൂഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് താളി എങ്ങനെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ്, കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാ ഷാമ്പൂ ഇട്ട് കഴുകുന്ന പോലെ താളി ഉപയോഗിച്ചൊന്ന് നമ്മുടെ ആദ്യം ഈ ഒരു മുടി താളി ഇടുന്നതിന് മുമ്പ് ഒന്ന് കഴുകുക. അതിന് ശേഷം ഈ താളി ഉണ്ടാക്കി വെച്ചേക്കാൻ താളി ഷാമ്പൂ ഇടുന്ന പോലെ എല്ലായിടത്തും ഒന്ന് പതപ്പിച്ച്, അത്രയ്ക്ക് നിങ്ങൾക്ക് പതയത്തൊന്നുമില്ല, ജസ്റ്റ് ഭയങ്കര ഒരു കൊഴുപ്പ് തോന്നും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകുക. വീണ്ടും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ചെയ്യുക. ഒന്നുകൂടി അതുപോലെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകി കളയുക. അത്രയും മതി. ഞാൻ അതല്ല, ഇനിയിപ്പം കുറച്ച് നേരം താളി വെക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഈ ഒരു ഇപ്പം ഞാൻ തേച്ചേക്കുന്ന അതിന് ശേഷം ഡയറക്റ്റ്
ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാര്യമാണ് പറഞ്ഞത്. സാധാ ഷാമ്പു നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ യൂസ് ചെയ്ത് കഴുകി കളയാവുന്നതാണ്. ഇനി അതല്ല താളി മാത്രം, ഈ ഒരു ഹെയർ പാക്ക് അല്ല താളി മാത്രം യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റാണ് ഹെയർ നന്നായിട്ട് നീളം വെക്കും. സോ അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. സോ റിസൾട്ട് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് 100% ഞാൻ ഗ്യാരണ്ടിയാണ്.